ഉദ്ധിതനായ യേശുവിൽ ശരണപ്പെടുന്ന ഏവർക്കും ഈശോമിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. തിരുസഭ മാതാവ് ഇന്ന് നമുക്ക് നൽകുന്ന വചനധ്യാനം യോഹന്നാന്റെ സുവിശേഷം 11 അധ്യായം 1 മുതൽ 45 വരെയുള്ള വാക്യങ്ങളാണ്. കർത്താവായ യേശുനാഥൻ മരിച്ച ലാസറിനെ ഉയർപ്പിക്കുന്നു. മരണത്തിൽ നിന്ന് ലാസറിനെ ഉയർപ്പിച്ച യേശുനാഥൻ ദൈവത്തിൻ്റെ ഉടമ്പടി വാഗ്ദാനത്തിൻ്റെ മറ്റൊരു സാക്ഷ്യമായിരുന്നു. ഏറ്റവും വലിയ ദൈവ ഉടമ്പടിയുടെ പൂർത്തീകരണമാണ് യേശുവിൻ്റെ സഹന, മരണ, ഉത്ഥാനവും സ്വർഗാരോഹണവും. ക്രിസ്തു ചെയ്ത എല്ലാ പ്രവൃത്തികളിലും നമുക്ക് ദൈവത്തിൻ്റെ മഹത്വം ക്രിസ്തുവിലൂടെ ദർശിക്കുവാൻ സാധിക്കും. ഇവിടെ യേശുനാഥൻ ലാസറിനെ ഉയർപ്പിച്ചുകൊണ്ട് ദൈവത്തിൻ്റെ മഹത്വത്തെ അതിൻ്റെ പൂർണ്ണതയിലേക്ക് കൊണ്ടുവരുന്നതിൻ്റെ മഹത്വത്തിൻ്റെ സാക്ഷ്യപടവ് തീർക്കുകയാണ് ചെയ്യുന്നത്. ഇവിടെ കർത്താവ് പറയുന്ന 3 സത്യങ്ങളുണ്ട്. ഒന്ന്, നിങ്ങൾ എന്നെ കൊല്ലുവാൻ പരിശ്രമിക്കുന്നു, എന്നാൽ നിങ്ങൾക്ക് അതിന് സാധിക്കുകയില്ല. ഞാൻ സ്വയം മരണം വരിക്കും, അത് എൻ്റെ പിതാവിന് ഞാൻ നൽകുന്ന സമ്പൂർണ്ണ അനുസരണമാണ്, മഹത്വമാണ്. 3, എങ്കിൽ ആ മരണത്തിനും എന്നെ കീഴ്പ്പെടുത്തുവാനാകുകയില്ല, കാരണം ഞാൻ 3-ാം ദിവസം ഉയർത്തെഴുന്നേൽക്കും. ഈ 3 കാര്യങ്ങളുടെ വലിയ ഒരു ഏറ്റുപറച്ചിലും സാക്ഷ്യവുമായിരുന്നു ലാസറിനെ ഉയർപ്പിക്കുന്നതിലൂടെ കർത്താവ് ചെയ്തത്. സത്യത്തിൽ യേശുനാഥൻ തൻ്റെ സഹനമരണ ഉത്ഥാന രഹസ്യങ്ങളുടെ മുന്നൊരുക്കം പോലെയാണ് ലാസറിനെ ഉയർപ്പിക്കുന്നത്. കർത്താവ് നമ്മോട് പറയുന്നത് ഇപ്രകാരമാണ്: ഉത്ഥാന സത്യവും ശക്തിയും എൻ്റെ ഉള്ളിൽ തന്നെയുണ്ട്. അതിനാലാണ് മരിച്ച ലാസറിനെ ഉയർപ്പിക്കുവാൻ യേശുവിനായത്. യേശുവിലുള്ള ദൈവത്വത്തിൻ്റെ പൂർണ്ണതയാണ് ഇവിടെ വെളിവാക്കപ്പെടുന്നത്. രണ്ടാമതായി, കർത്താവെ, നിൻ്റെ പ്രിയ സ്നേഹിതനായ ലാസർ വളരെ രോഗിയാണ്. എന്നാൽ യേശു മറ്റൊരു പട്ടണത്തിലായിരുന്നു. യേശു ഉടനെ വന്നില്ല. മനുഷ്യരുടെ രോഗം സൗഖ്യത്തിനായുള്ള കാത്തിരിപ്പാണ്. എന്നാൽ മരണം ദൈവത്തിനായുള്ള, നിത്യതയ്ക്കായുള്ള കാത്തിരിപ്പാണ് എന്ന സാക്ഷ്യത്തിനായി ലാസർ മരിച്ചതിനു ശേഷം കർത്താവ് ലാസറിനെ കാണാൻ ശവകല്ലറയ്ക്ക് അരികിൽ വന്നു. മനുഷ്യൻ്റെ ദുരവസ്ഥകൾ അങ്ങനെ സംഭവിച്ചുകൊണ്ടേയിരിക്കും. എന്നാൽ ദൈവം അവൻ്റെ ദുരവസ്ഥയിലും അവനെ ഉപേക്ഷിക്കുകയില്ല എന്ന ഏറ്റവും വലിയ സാക്ഷ്യപ്പെടുത്തൽ കൂടെയായി ക്രിസ്തുവിൻ്റെ കല്ലറയ്ക്കരികിലേക്കുള്ള കടന്നുവരവ്. രോഗമെന്നത് ഒരു വലിയ വെല്ലുവിളിയാണ്. രോഗാവസ്ഥയിലും കർത്താവിനെ തിരസ്കരിക്കാതെ നിലകൊള്ളുക എന്നത് യേശുവിനോടൊപ്പമുള്ള യാത്രയ്ക്ക് തുല്യമാണ്. അഥവാ യേശു നിശ്ചയമായും നിന്റെ അരികെ വരുവാനുള്ള കാത്തിരിപ്പാണ് അത്. മൂന്നാമതായി, നീ ഇവിടെ ഉണ്ടായിരുന്നെങ്കിൽ എൻ്റെ സഹോദരൻ മരിക്കുക ഇല്ലായിരുന്നു. തൻ്റെ സഹോദരൻ്റെ മരണത്തെക്കുറിച്ച് സഹോദരിമാർ ക്രിസ്തുവിനെ തള്ളിപ്പറയുകയോ പഴി പറയുകയോ ചെയ്യുന്നില്ല. എന്നാൽ യേശുവിൻ്റെ സാന്നിധ്യം അത്ര കണ്ട് വലുതായി അവർ കണ്ടു എന്നതാണ് ഈ വചനത്തിൻ്റെ ആധാരം. കർത്താവ് പറഞ്ഞ്, നിന്റെ സഹോദരൻ ഉയർത്തെഴുന്നേൽക്കും, ഞാൻ പുനരുത്ഥാനവും ജീവനുമാണ്. എന്നിൽ വിശ്വസിക്കുകയും ജീവിക്കുകയും ചെയ്യുന്നവൻ നിത്യമായി മരിക്കുകയില്ല. ഇനി ആരും ദൈവവചനത്തെ വ്യാഖ്യാനം ചെയ്ത് രക്ഷയുടെ പുനരാഖ്യാനങ്ങൾ മെനയേണ്ടതില്ല. കത്തോലിക്കർ പുനരുത്ഥാനവും ജീവനുമായ ദൈവത്തിലാണ് വിശ്വസിക്കുന്നത്. വിഗ്രഹത്തെക്കുറിച്ച് പറയുകയും ചിന്തിക്കുകയും ചെയ്യുന്നവർ വിഗ്രഹ ആരാധകരാണ്. നമ്മുടെ ദൈവം നിത്യതയുടെ ദൈവമാണ്. ആ നിത്യതയുടെ ദൈവത്തെ ഈ പ്രപഞ്ചത്തിലെ സർവ്വസാധ്യതകളിലൂടെയും കത്തോലിക്കരായ മക്കൾ ഓർക്കുവാനും വിശ്വസിക്കുവാനും ആരാധിക്കുവാനും പരിശ്രമിക്കുന്നു. അതിന് ദൈവം തന്ന ഏറ്റവും വലിയ സത്യമാണ് ദിവ്യ കാരുണ്യവും കൂദാശകളും. മനുഷ്യവക്രതയുടെയോ കൂർമ്മതയുടെയോ ചിന്തകളിലൂടെ നീ ക്രിസ്തുവിനെ വ്യാഖ്യാനിക്കരുത്. അതിന് നീ നിന്നുകൊടുക്കുകയും ചെയ്യരുത്. കല്ലറയിൽ നിന്ന് മരിച്ച ലാസറിനെ പുറത്തേക്ക് വിളിച്ച ദൈവം നമ്മുടെ വ്യർത്ഥ ചിന്തകളിൽ നിന്നും പാപത്തിൽ നിന്നും നമ്മെ ഉത്ഥാനത്തിൻ്റെ നിത്യസത്യത്തിലേക്ക് വിളിക്കുകയാണ്. നാം പ്രാർത്ഥിക്കുന്നത് ക്രിസ്തുവിനെ നോക്കിയും സ്വർഗസ്ഥനായ പിതാവിനെ നോക്കിയുമാണ്. ദൈവം നമ്മെ സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ.
ആമേൻ. സ്നേഹം നീ മാത്രമേ.